ഹരി ഓം. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമൻ നാരായണീയത്തിലെ 5-ാമത്തെ ദശകം വിരാട് സ്വരൂപ വർണ്ണനം, അതില് നമ്മള് 8-ാമത്തെ ശ്ലോകം വരെ നമ്മൾ അർത്ഥസഹിതം മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്നിപ്പോ 9-ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ഇതുവരെയുള്ള ശ്ലോകങ്ങളുടെ വീഡിയോക്ക് ഞാൻ പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏതേ ഭൂതഗണാസ്തദേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥങ്നോ ശേകുർ ഭുവനാണ്ഡ നിർമ്മിത വിധൗ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധ സൂക്തിഭിർനുദ ഗുണസ്തത്വാന്യമൂന്യാവിശം ചേഷ്ടാശക്തിമുദീര്യതാനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാ. നമുക്ക് അർത്ഥം നോക്കാം. ഏതേ എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞല്ലോ, അത് ആ കാര്യങ്ങളാണ് പറയുന്നത്. ഭൂതഗണാസ്തദേന്ദ്രിയ ഗണ, ഭൂതഗണങ്ങള് എന്ന് പറഞ്ഞാല് പഞ്ചഭൂതങ്ങളും അതിന്റെ തന്മാത്രകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് അതായത് ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി തുടങ്ങിയ ആ പഞ്ചഭൂതങ്ങളുടെ സ്ഥൂല രൂപങ്ങളും, അതുപോലെ തന്നെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം തുടങ്ങിയ അതിന്റെ സൂക്ഷ്മ ഗുണങ്ങളും ഇതിനെയൊക്കെ സൃഷ്ടിച്ചു എന്ന് പറയാണ്. പഞ്ചഭൂതങ്ങളെയും അതിന്റെ തന്മാത്രകളെയും സൃഷ്ടിച്ചു. പിന്നെ തഥാ അതുപോലെ ഇന്ദ്രിയഗണങ്ങള്, ഇന്ദ്രിയങ്ങളുടെ സമൂഹം, കൂട്ടം, 10 ഇന്ദ്രിയങ്ങള്, ദേവാശ്ച ദേവന്മാരും അതിന്റെ അധിഷ്ഠാന ദേവന്മാരും, ജാത പറഞ്ഞ സൃഷ്ടിച്ചു, ഉണ്ടാക്കി. പൃഥങ് നോ ശേകൂർ, പൃഥങ് പറഞ്ഞ അവരൊക്കെ വേറെ വേറെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഒറ്റയ്ക്ക്. നോ ശേകൂർ അതുകൊണ്ട് പറ്റിയില്ല, സാധിച്ചില്ല. നോ ശേകൂർ പറഞ്ഞാൽ പറ്റിയില്ല. എന്തിനു പറ്റിയില്ല എന്നാണ് പറയുന്നത്? ഭുവനാണ്ഡ നിർമ്മിത വിധവും, ഭുവനാണ്ഡത്തെ നിർമ്മിക്കാൻ പറ്റിയില്ല, ബ്രഹ്മാണ്ഡത്തെ നിർമ്മിക്കാൻ പറ്റിയില്ല. ഇതോ ഈ പഞ്ചഭൂതങ്ങളും എന്താ പറയാ ഇന്ദ്രിയങ്ങളും 10 ഇന്ദ്രിയങ്ങളും ദേവന്മാരെയും ഒക്കെ സൃഷ്ടിച്ചു എന്ന് വെച്ചാലും അതൊക്കെ എന്താണ്? വേറെ വേറെ ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പുതിയ സൃഷ്ടി മുന്നോട്ട് നടന്നില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോ ബ്രഹ്മാണ്ഡത്തെ നിർമ്മിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്താണ് നോക്കൂ, ദേവൈരമീഭിസ്തദ, അത് പദം പിരിക്കുമ്പോ ദേവൈഹി പ്ലസ് അമീഭി പ്ലസ് തദ, അമീഭി പ്ലസ് ദേവേഹി, ഈ ദേവന്മാരാൽ, ത്വം പറഞ്ഞ ആ നിദ്രുവടി, നാനാവിധ സൂക്തിഭിർ പലതരത്തിലുള്ള സൂക്തങ്ങളാൽ, നുദഗണ അങ്ങനെ പാടി പുകഴ്ത്തിയിട്ട്, പലവിധത്തിലുള്ള സൂക്തങ്ങളൊക്കെ ഇങ്ങനെ പാടി പുകഴ്ത്തിയിട്ട് എന്ത് ചെയ്തു? ആ നിദ്രുവടി ഇങ്ങനെ പാടി പുകഴ്ത്തപ്പെട്ടപ്പോൾ ആ നിദ്രുവടി തത്വാന്യ അമൂന്യാവിശം, തത്വാനി പ്ലസ് അമൂനി പ്ലസ് ആവിശം, ആ തത്വങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ, തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ആ പഞ്ചഭൂതങ്ങള്, തന്മാത്രകള്, ഇന്ദ്രിയങ്ങള്, പിന്നെ അതുപോലെ തന്നെ അന്ധക്കരണം ഒക്കെ സൃഷ്ടിച്ചുല്ലോ. ആ തത്വങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്താണ്ടായത്? ചേഷ്ടാശക്തി മുദീര്യ, ആ ചേഷ്ടാശക്തി ഉണർന്നപ്പോൾ, ആ പ്രവർത്തന ശക്തി, ആ ക്രിയാശക്തി ഉണർന്നു. എന്നിട്ട് എന്ത് ചെയ്തു? താനി ഘടയൻ, അവയൊക്കെ ഘടയൻ കൂടിച്ചേർന്നിട്ട് ഹൈരണ്യമണ്ഡം വ്യത, ഹൈരണ്യം ഹിരൺമയമായ സ്വർണമയമായ അണ്ഡത്തെ വ്യത സൃഷ്ടിച്ചു, ഹിരൺമയമായിട്ടുള്ള അണ്ഡത്തെ സൃഷ്ടിച്ചു എന്ന് പറയാണ്. അപ്പോ ഇതില്
ആ പഞ്ചഭൂതങ്ങള്, 10 ഇന്ദ്രിയങ്ങള്, അതുപോലെ തന്നെ ദേവന്മാര്, 14 ദേവന്മാരെയൊക്കെ സൃഷ്ടിച്ചുല്ലോ. അപ്പോ അതൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് വെച്ചാലും അതൊക്കെ ഇങ്ങനെ വേറെ വേറെ ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പുതിയ സൃഷ്ടി മുന്നോട്ട് നടന്നില്ല. അപ്പൊ എന്താ ചെയ്തത്? ആ 14 ദേവന്മാര് എന്ത് ചെയ്തു? നാനാവിധത്തിലുള്ള സൂക്തങ്ങള്, പലതരത്തിലുള്ള സൂക്തങ്ങള് പാടിപ്പാടി പാടി ഇങ്ങനെ പുകഴ്ത്തിയിട്ട് അപ്പൊ എന്ത് ചെയ്തു? നിന്ദ്രിപടി ആ തത്വങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ആ ചേഷ്ടാശക്തി ഉണർത്തിയിട്ട് അതിനെയൊക്കെ താനികടയൻ അതിനെയൊക്കെ കൂട്ടിച്ചേർത്തിയിട്ട് ഹൈരണ്യമണ്ഡം ഹിരൺമയമായിട്ടുള്ള സ്വർണമയമായിട്ടുള്ള അണ്ഡത്തെ സൃഷ്ടിച്ചു. ഹിരൺമയം എന്നവിടെ പറയാൻ കാരണം എന്താണ്? ഉത്തമമായിട്ടുള്ളതാണ്. ആ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. ആ ബ്രഹ്മാണ്ടത്തെ അവിടെ സൃഷ്ടിച്ചു. അതാണ് ഈ ശ്ലോകത്തില് നമ്മൾ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.